ഹായ്, നാം ഇന്ന് പഠിക്കാൻ പോകുന്ന Adobe Illustratorൽ പെൻ ടൂളിനെ കുറിച്ചാണ്. പെൻ ടൂൾ എന്നത് Adobe Illustratorൽ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളിൽ ഒന്നാണ്. നമ്മൾ പലതും ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, വരയ്ക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ഒരു ലോഗോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, ഒരു ഷേപ്സ് വരയ്ക്കാൻ വേണ്ടി എന്തിനും യൂസ് ചെയ്യുന്നത് പെൻ ടൂളാണ്. അപ്പോൾ പെൻ ടൂൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും നമുക്കൊന്ന് പഠിക്കാം. പെൻ ടൂളിൽ ആദ്യം വരുന്നത് സ്ട്രൈറ്റ് പാത്ത്സ് ആണ്. സ്ട്രൈറ്റ് പാത്ത് എന്നുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അത് ജസ്റ്റ് സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈനുകൾ കൊണ്ട് ഷേപ്സും അതുപോലെ തന്നെ മറ്റും ക്രിയേറ്റ് ചെയ്യുന്നതാണ് സ്ട്രൈറ്റ് പാത്ത്. സ്ട്രൈറ്റ് പാത്തിൽ ഫസ്റ്റ് വരുന്നത് ഓപ്പൺ പാത്താണ്. ഓപ്പൺ പാത്ത് എന്നത് ക്രോസ് ചെയ്യാതെ വരച്ചെടുക്കുന്ന പാത്തുകളാണ് ഓപ്പൺ പാത്ത്. ഓപ്പൺ പാത്ത് എന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി നമ്മൾ പെൻ ടൂൾ സെലക്ട് ചെയ്യുക. ടൂൾ ബോക്സ് പോയിട്ട് പെൻ ടൂൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ കീബോർഡിൽ P എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യുക. ഓപ്പൺ പാത്ത് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പാത്ത്സ് ക്രിയേറ്റ് ചെയ്യാം. ഈ രീതിയിൽ ജസ്റ്റ് പെൻ ടൂൾ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് പാത്ത്സ് ക്രിയേറ്റ് ചെയ്യാം. അടുത്തത് വരുന്നത് ക്ലോസ്ഡ് പാത്താണ്. ക്ലോസ്ഡ് പാത്ത് ഷേപ്സ് എന്നത് പല ഷേപ്സും ക്ലോസ്ഡ് പാത്ത് ഷേപ്സാണ്. അതിൽ റെക്റ്റാങ്കിൾ വരുന്നുണ്ട്, പോളിഗൺ ടൂള്, സ്റ്റാർ ടൂള്, ഇതൊക്കെ ക്ലോസ്ഡ് പാത്ത് ഷേപ്സാണ്. അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അത് ഇപ്പോൾ പറഞ്ഞ രീതിയിൽ തന്നെ പെൻ ടൂൾ സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഷേപ്സ് വരച്ചെടുക്കാം. ഈ ഷേപ്സ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഡയറക്റ്റ് സെലക്ഷൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് ഇതിൻ്റെ ആങ്കർ പോയിന്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അടുത്തത് വരുന്നത് 45 ഡിഗ്രി പാത്ത്സ് ആണ്. 45 ഡിഗ്രി പാത്ത്സ് എന്നത് നമ്മൾ ഷിഫ്റ്റ് കീ ഹോൾഡ് ചെയ്തുകൊണ്ട് വരച്ചെടുക്കുന്ന പാത്ത്സ് ആണ് 45 ഡിഗ്രി പാത്ത്സ്. നമ്മൾ ആദ്യം പെൻ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് കീ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് കീ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 45 ഡിഗ്രി ആംഗിളിലാണ് ഈ പാത്ത്സ് മൂവ് ആകുന്നത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് ബേസിക് കേവ്സ് ആണ്. ബേസിക് കേവ്സ് എന്നത് പെൻ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പല ടൈപ്പിലുള്ള കേവ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ 3 ടൈപ്പിലുള്ള കേവാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഒന്ന് സിംഗിൾ കേവ്, 2 കണ്ടിന്യൂസ് കേവ്, 3 45 ഡിഗ്രി കേവ്. അപ്പോൾ സിംഗിൾ കേവ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പെൻ ടൂൾ സെലക്ട് ചെയ്യുക. പെൻ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എഡ്ജിൽ ക്ലിക്ക് ചെയ്യാം. ഷിഫ്റ്റ് ഹോൾഡ് ചെയ്ത് നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഹാൻഡിൽ കാണാൻ പറ്റും. ആ ഹാൻഡിൽ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വരച്ചെടുക്കാൻ പറ്റും. ഹാൻഡിൽ മൂവ് ചെയ്യുന്നതനുസരിച്ചാണ് നമുക്ക് വരയ്ക്കാൻ പറ്റുക. അപ്പോൾ ഞാനിത് ടോപ്പിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിനുശേഷം ഈ എഡ്ജിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. അവിടെ ഡ്രാഗ് ചെയ്യുമ്പോൾ അവിടെ നമുക്കൊരു ഹാൻഡിൽ ക്രിയേറ്റ് ആവും. ആ ഹാൻഡിൽ ടോപ്പിലേക്ക് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കർവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അടുത്തത് കണ്ടിന്യൂസ് കേവ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പെൻ ടൂൾ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം
ഹാൻഡിൽ ടോപ്പിലേക്ക് മൂവ് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അത് എൻ്റെ ഹാൻഡിൽ ടോപ്പിലേക്ക് മൂവ് ചെയ്യാം. രണ്ടാമത് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഹാൻഡിൽ ടോപ്പിലേക്ക് മൂവ് ചെയ്യും. ഈ രീതിയിൽ നമുക്ക് കണ്ടിന്യൂസ് കർവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഈ രീതിയിലുള്ള കേവ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, 45 ഡിഗ്രി ഉള്ള കേവ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. അതിനായി പെൻ ടൂൾ സെലക്ട് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ക്ലിക്ക് ചെയ്യുക. ശേഷം ഹാൻഡിൽ കാണാൻ പറ്റും. ഹാൻഡിൽ 45 ഡിഗ്രി ആംഗിൾ തിരിക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെ ഇതിൻ്റെ എഡ്ജിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഉള്ള ഹാൻഡിലും 45 ഡിഗ്രി ചെയ്യുക. ഈ രീതിയിൽ നമുക്ക് 45 ഡിഗ്രി ഹാൻഡിൽ ക്രിയേറ്റ് ചെയ്യാം. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേക്കിംഗ് പാത്സ് ആണ്. ബ്രേക്കിംഗ് പാത്സ് എന്നത് നമുക്ക് ഒരു ഷേപ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഷിഫ്റ്റ് പ്രസ് ചെയ്താലും അത് കറക്റ്റ് വരണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ഇതിൽ കാണിച്ചതുപോലെ നമുക്ക് കറക്റ്റായിട്ട് ഒരു ഷേപ്സ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഈ ഷേപ്സ് കണ്ടാൽ മനസ്സിലാകും ഇതിൽ എങ്ങനെയാണ് അതിൻ്റെ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നതും ഏത് രീതിയിലാണ് അത് ക്ലിക്ക് ചെയ്തിരിക്കുന്നതും അതുപോലെ തന്നെ ഏത് രീതിയിലാണ് വരച്ചത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ആ രീതിയിൽ നമുക്കൊന്ന് വരച്ച് നോക്കാം. ആദ്യമായി പെൻ ടൂൾ എടുക്കുക. ശേഷം ഏറ്റവും ടോപ്പിൽ ആയിട്ട് ക്ലിക്ക് ചെയ്യുക. ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് രണ്ട് സൈഡിലേക്കും ഹാൻഡിൽ വരുന്ന രീതിയിൽ വരച്ചെടുക്കുക. നെക്സ്റ്റ് നമ്മൾ സെൻട്രലായിട്ട് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിലേക്ക് ഹാൻഡിൽ വരുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്യുക. മൂന്നാമത് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത് ഏറ്റവും താഴെയാണ്. താഴെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ വരക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം ഈ സൈഡിൽ കറക്റ്റ് വന്നിട്ടില്ല. അത് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഷിഫ്റ്റ് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഹാൻഡിൽ ജസ്റ്റ് ഡ്രാഗ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് കാണാം ഇനി നമുക്ക് ഇത് ബാക്കി വരക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് ഇവിടുന്ന് കണ്ടിന്യൂ ആയിട്ട് വരച്ച് പോകാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ പാത്ത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പാത്ത് ബ്രേക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് വരക്കാൻ പറ്റുള്ളൂ. അതിനുവേണ്ടി നമ്മൾ ആൾട്ട് പ്രസ് ചെയ്യുക. ആൾട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഹാൻഡിൽ നമുക്ക് മുകളിലേക്ക് ഇപ്പോൾ നമ്മൾ കൊടുത്ത ആദ്യത്തെ ഹാൻഡിൽ അതേ ഷേപ്പിൽ കൊടുക്കുക, അതേ അളവിൽ കൊടുക്കുക. അതിന് ശേഷം ആൾട്ട് വിട്ടുകൊണ്ട് നമുക്ക് വരച്ചെടുക്കാം. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ രീതിയിലുള്ള പല ഷേപ്സ് നിങ്ങൾക്ക് ഈ രീതിയിൽ വരച്ച് നോക്കാവുന്നതാണ്. അങ്ങനെ വരച്ച് പ്രാക്ടീസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് കോംപ്ലക്സ് പാത്താണ്. കോംപ്ലക്സ് പാത്ത് എന്നത് നമ്മൾ പഠിച്ച 3 പാത്ത്സ്, അതായത് സ്ട്രെയിറ്റ് പാത്ത്, പിന്നെ ബേസിയർ പാത്ത്, മൂന്നാമത് ബ്രേക്കിംഗ് പാത്ത്സ്. ഈ 3 പാത്ത്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഷേപ്സ് ക്രിയേറ്റ് ചെയ്തെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പെൻ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക്
ജസ്റ്റ് ഒന്ന് മുകളിൽ ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് രണ്ട് സൈഡിലേക്കും ഹാൻഡിൽ വരുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്യുക. രണ്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം, ഡ്രാഗ് ചെയ്യുക. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒഴിവാക്കാം. നമുക്ക് ഷിഫ്റ്റ് പ്രസ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്ത് കറക്റ്റ് വരച്ചെടുക്കാം. നമുക്കിവിടെ പാത്ത് ബ്രേക്ക് ചെയ്യേണ്ടതുണ്ട്. അതുവേണ്ടി നമുക്ക് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ബ്രേക്ക് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് പാത്ത് ബ്രേക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്യാം. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ബ്രേക്ക് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇനി നമുക്ക് ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് ബ്രേക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് സ്ട്രൈറ്റ് ലൈൻ വരക്കാം. ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യുക. ഹാൻഡിൽ മുകളിലേക്ക് വരുന്ന രീതിയിൽ ഡ്രാഗ് ചെയ്യുക. ആൾട്ട് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ബ്രേക്ക് ചെയ്യാം. ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഡ്രാഗ് ചെയ്യാം. നമുക്കിവിടെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ വളരെ സിമ്പിളായിട്ട് ഒരു ഷേപ്സ് വരച്ചെടുത്ത്